നമസ്തേ, आप सभी का हमारे चैनल पर हार्दिक स्वागत. എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ JLT എക്സാം എഴുതിയവരുടെ ശ്രദ്ധക്കായിട്ടാണ് ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. 2024 JLT എക്സാം എഴുതിയവരോടാണ് ഞാൻ പറയുന്നത്. കാരണം 2024 കഴിയാറായി അല്ലേ, ഈ വർഷം ഇവിടെ അവസാനിക്കാറായി. നമ്മൾ ഡിസംബർ 24 എത്തിയിരിക്കുകയാണ്. അപ്പോൾ 2024 JLT എക്സാം എഴുതിയവർക്കാണെങ്കിൽ പ്രൊഫൈൽ മെസ്സേജൊക്കെ വന്നിട്ടുണ്ടാകും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എല്ലാ ജില്ലയിലും പ്രൊഫൈൽ മെസ്സേജൊക്കെ വന്നിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. ലേറ്റസ്റ്റായിട്ട് കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറമൊക്കെ മെസ്സേജ് വന്നിട്ടുണ്ട് എന്നറിയാൻ സാധിച്ചു. ബാക്കിയുള്ള ജില്ലകളിലൊക്കെ മുന്നേ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ. കോട്ടയം, പാലക്കാടും പത്തനംതിട്ടയും കൊല്ലമൊക്കെ ആദ്യമേ പ്രൊഫൈൽ മെസ്സേജൊക്കെ പോയതാണ്. അപ്പോൾ ചില ആൾക്കാർക്ക് വളരെയധികം സംശയങ്ങളുണ്ട്. കാരണം പ്രൊഫൈൽ മെസ്സേജ് വന്നാൽ ഞാൻ ലിസ്റ്റിൽ പെടുമോ, ചാൻസ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അറിയാൻ സാധിച്ചത് എന്ന് പറഞ്ഞാൽ 95% അല്ലെങ്കിൽ 98%, 99% ചാൻസ് ഉണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. കാരണം ലിസ്റ്റിൽ ഉൾപ്പെടുന്ന ആൾക്കാർക്കാണ് പ്രൊഫൈൽ മെസ്സേജ് പോകുക എന്നാണ് അറിയാൻ സാധിച്ചത്. വളരെ ചുരുക്കം പേര് മാത്രമേ പെടാതെ പോവാറുള്ളൂ എന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ ഒരു പ്രതീക്ഷ വെക്കാം എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ക്ഷമയോടെ കാത്തിരിക്കുക. പിന്നെ നമ്മൾ അങ്ങനെ ഒരു മെസ്സേജ് വന്നാൽ നമ്മളത് എന്താ പറയണ്ടേ, സീരിയസ് ആയിട്ട് തന്നെ എടുക്കണം. അതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. നമ്മളെ ഒറിജിനലായിട്ടുള്ള എല്ലാ എന്താ പറയണ്ടേ കോപ്പികളും എല്ലാ സർട്ടിഫിക്കറ്റ്സും നമ്മൾ അപ്ലോഡ് ചെയ്യുക. നമ്മളെ ക്വാളിഫിക്കേഷൻ തെളിയിക്കുന്ന എല്ലാ സർട്ടിഫിക്കറ്റ്സും അപ്ലോഡ് ചെയ്യുക. എനിക്ക് തോന്നുന്നു 30-ാം തീയതിക്കുള്ളിലാണ് അപ്ലോഡ് ചെയ്യാൻ മെസ്സേജ് വന്നിട്ടുള്ളത് എന്ന് തോന്നുന്നു. അപ്പോൾ എല്ലാവരും പോയിട്ട് അപ്ലോഡ് ചെയ്യുക. പിന്നെ ചില ആൾക്കാർക്ക് നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് വേണ്ടി വരും. അപ്പോൾ അതും നമ്മൾ എന്ത് ചെയ്യുക, വില്ലേജിലൊക്കെ പോയിട്ട് അതൊക്കെ റെഡിയാക്കിയിട്ട് പെട്ടെന്ന് 30-ാം തീയതിക്കുള്ളിൽ തന്നെ നമ്മൾ ക്ലിയർ ചെയ്ത് വെക്കുക. കാരണം ഈ വർഷം കഴിയാറായല്ലോ. അതുകൊണ്ട് തന്നെ ഡിസംബർ ലാസ്റ്റിനുള്ളിൽ തന്നെ അതൊന്ന് ക്ലിയർ ചെയ്ത് വെക്കുക. പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, പ്രൊഫൈൽ മെസ്സേജ് വന്നാൽ നമ്മൾ സർട്ടിഫിക്കറ്റ്സൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് വഴി അറിയിക്കും. അവർ തന്നെ നമുക്ക് മെസ്സേജ് വഴി അറിയിക്കുമെന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അലേർട്ടായിരിക്കുക, എപ്പോഴും അലേർട്ടായിരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു പ്രതീക്ഷ വെക്കുക കേട്ടോ. മെസ്സേജ് വന്നവരൊക്കെ ഒന്ന് പ്രതീക്ഷ വെക്കുക. കുറച്ചും കൂടി നന്നായിട്ട് നമുക്ക് നമ്മളെ തന്നെ സ്വയം ഒന്ന് നമ്മളെന്ത് ചെയ്യാം, പ്രിപ്പയർഡ് ആയിക്കൊണ്ടിരിക്കുക. നമ്മുടെ അറിവുകളൊക്കെ ഒന്നും കൂടി ഉഷാറായിട്ട് ആർജിച്ചെടുക്കാൻ വേണ്ടി പ്രവർത്തിക്കുക, ശ്രമിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എല്ലാവർക്കും മെസ്സേജ് വന്നവരാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എപ്പോഴാണ് പാർട്ട് ടൈം, ഫുൾ ടൈം ഒക്കെ മെസ്സേജ് വന്നിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. കണ്ണൂരൊക്കെ പാർട്ട് ടൈം ഫുൾ ടൈം വന്നു, മലപ്പുറം പാർട്ട് ടൈം ഫുൾ ടൈം വന്നിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ എല്ലാ ജില്ലയിലും വന്നു എന്നാണ് അറിയാൻ സാധിച്ചത്. കുറേ ആൾക്കാർ അന്ന് തന്നെ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും മെസ്സേജ് വന്നു. മെസ്സേജ് വരാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? അങ്ങനെയുണ്ടെങ്കിൽ ആരും വിഷമിക്കൊന്നും വേണ്ട, വരുമായിരിക്കും. നമുക്ക് നോക്കാം, സമയമുണ്ടല്ലോ. ഡിസംബർ കഴിയാൻ ഇന്നും ദിവസങ്ങളുണ്ടല്ലോ. അപ്പോൾ അതിനുള്ളിൽ എന്തായാലും വരുമായിരിക്കും. വന്നവർ കുറച്ചും കൂടി നമ്മളൊന്ന് മെച്ചപ്പെടുത്താൻ നോക്കുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ധന്യവാദം.